അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 2969. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് തിന്മ കണ്ടിട്ടും പ്രതികരിക്കാത്തവന്റെ അന്ത്യം, അതേക്കുറിച്ചാണ്. അവന്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നു. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. ഖാല, അവിടുന്ന് പറഞ്ഞു, മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹി, അള്ളാഹുവിൻ്റെ നിയമങ്ങളുടെ മേൽ നിലകൊള്ളുന്നവന്റെ ഉദാഹരണം, അഥവാ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഇവിടെ സംരക്ഷിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ നിലകൊള്ളുന്ന മനുഷ്യൻ, വൽ വാഖി ഫിഹ, എന്നാൽ അള്ളാഹുവിൻ്റെ ആ പരിധികളിൽ, തെറ്റുകളിൽ, അള്ളാഹു താല വിലക്കിയ കാര്യങ്ങളിൽ വീണുപോകുന്നവൻ്റെയും ഉദാഹരണം. അള്ളാഹു താല വെച്ച അതിർവരമ്പുകൾ അത് ഭേദിച്ച് തെറ്റുകളിൽ വീഴുന്നവൻ്റെയും ആ അതിർവരമ്പുകളിൽ തെറ്റുകളിൽ നിന്ന് ജനങ്ങളെ തടുക്കുന്നവൻ്റെയും ഉദാഹരണം. കമസലി ഖൗമിൻ, ഒരു വിഭാഗം ജനങ്ങളെ പോലെയാണ്. ഇസ്തഹബു അലാ സഫീനത്തിൻ, അവരൊരു കപ്പലിൻ്റെ കാര്യത്തിൽ പരസ്പരം നറുക്കിട്ടു. അഥവാ ഒരു കപ്പലിൽ 2 തട്ടുള്ള കപ്പൽ, മുകളിലും താഴെയുമായിട്ട് നിലകളുള്ള കപ്പൽ. ആ കപ്പലിൽ ഇതിൽ ആരൊക്കെ മുകളിൽ പോകണം ആരൊക്കെ താഴെ പോകണം എന്നതിന് നറുക്കിട്ടു അവർ. എന്നിട്ട് അസാബ ബഅദുഹും അഅലാഹ, ചിലർ മേൽഭാഗം അവർക്ക് നറുക്കിട്ട് കിട്ടി. വബഅദുഹും അസ്ഫലഹ, മറ്റു ചിലർ താഴെയും. കുറച്ചാളുകൾ മേലെയും കുറച്ചാളുകൾ താഴെയും. ഫകാന അല്ലദീന ഫി അസ്ഫലിഹ, ആ കപ്പലിൽ താഴെ തട്ടിലുള്ളവർ ആയിരുന്നു ഇദസ്തഖൗ മിനൽ മാഇ, അവർക്ക് വെള്ളം കുടിക്കാൻ ആവശ്യം വന്നാൽ മർറു അലാമം ഫൗഖഹും, കപ്പലിൻ്റെ മുകൾ ഭാഗത്തുള്ള അവരുടെ മുകളിലുള്ളവരുടെ അടുത്തേക്ക് പോകും, മുകളിലെ തട്ടിലേക്ക് അവർ പോകും. ഫഖാലു, അങ്ങനെ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കണമെങ്കിൽ മേലോട്ട് പോകണമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഫഖാലു, ഇവർ ഒരിക്കൽ സംസാരിക്കുകയാണ്. ഈ താഴെയുള്ളവർ പറഞ്ഞു, ലൗ അന്ന ഖറഖ്നാ ഫി നസീബിന ഖർഖൻ, നമ്മൾ ഈ താഴെ തട്ടിൽ ഒരു ചെറിയ ഓട്ടം ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? വലം നുഅ്ദിമം ഫൗഖന, എന്നാൽ മുകളിലുള്ളവർ നമുക്ക് പ്രയാസപ്പെടുത്തും വേണ്ട, നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ താഴെ തന്നെ കിട്ടുമല്ലോ, കപ്പൽ വെള്ളത്തിലൂടെ അല്ലേ സഞ്ചരിക്കുന്നത്. അപ്പോൾ താഴെ ഒരു ഓട്ടയാക്കിയാൽ താഴെ തന്നെ വെള്ളം എടുക്കാം, മുകളിലുള്ളവർ നമുക്ക് പ്രയാസപ്പെടുത്തും വേണ്ട. ഇങ്ങനെ ചെയ്താലോ എന്നിങ്ങനെ പരസ്പരം ചർച്ച ചെയ്തു. ആ സമയത്ത് അവരത് പൊളിക്കാൻ ഒരുങ്ങുമ്പോൾ ഫഇൻ യത്റുകൂഹും വമാ അറാദു, ആ താഴെയുള്ള ആളുകളെയും അവർ ചെയ്യുന്ന ആ പ്രവർത്തനത്തെയും അങ്ങ് വിട്ടേച്ചാൽ, മുകളിലുള്ള ആളുകൾ പ്രതികരിക്കാതെ, ആ ചെയ്യുന്ന തിന്മ കണ്ടിട്ട് പ്രതികരിക്കാതെ അവരെ അങ്ങ് വിട്ടാൽ, അവർ ചെയ്യുന്ന പ്രവർത്തനത്തെയും തടുത്തില്ല, അങ്ങനെ വിട്ടാൽ ഹലക്കു ജമീഅൻ, അവരെല്ലാവരും നശിച്ചു പോകും. മുകളിലുള്ളവരും താഴെയുള്ളവരും കപ്പൽ മുങ്ങി വെള്ളത്തിൽ മരിച്ചു പോകും. കാരണം കപ്പലിൻ്റെ താഴെ ഓട്ടയാക്കിയാൽ അതിലൂടെ വെള്ളം കയറി കപ്പൽ മുങ്ങിപ്പോകും. അപ്പം താഴെയുള്ളവരും നശിക്കും, മേലെയുള്ളവരും നശിക്കും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? മുകളിലുള്ളവർ താഴെയുള്ളവരെ തടയണം. വൈ നഹദു അല ഐദീഹിം, ഈ മുകളിലുള്ളവർ താഴെയുള്ളവരുടെ കൈപ്പിടിച്ചാൽ പൊളിക്കരുത് എന്ന് പറഞ്ഞവരെ തടുത്തു വെച്ചാൽ നജൗ വ നജൗ ജമീഅൻ, അവരും ഇവരും എല്ലാവരും രക്ഷപ്പെടും. അങ്ങനെയാണ് തിന്മ ചെയ്യുന്നവരെ തടുക്കണം. എങ്കിൽ ഈ തടുത്തവരും രക്ഷപ്പെടും, ഈ തിന്മ ചെയ്യാൻ പോണവരും രക്ഷപ്പെടും. 2 ടീമിലും അതിൽ നിന്ന് രക്ഷപ്പെടും. നോക്കി നിന്നാൽ അത് അവരല്ലേ, നമ്മളെന്തിന് തടുക്കാൻ പോകണം, നമ്മളെന്തിന് പറയാൻ പോകണം? ഇങ്ങനെ മാറി നിന്നാൽ 2 വിഭാഗം നശിക്കും. തെറ്റ് ചെയ്ത് അവരും നശിക്കും, തടുക്കാത്ത കാരണത്താൽ ഇവരും നശിച്ചു പോകും. അതുകൊണ്ട് തടുക്കണം. പ്രത്യേകിച്ച് ദീനീ കാര്യങ്ങൾ, ദീനിനെ ബാധിക്കുന്ന വിഷയങ്ങൾ, ബിദ്അത്ത് പോലെയുള്ള ആശയങ്ങൾ, അതുമായിട്ട് രംഗത്ത് വരുന്ന ആളുകളെ തടുക്കണം. അല്ലെങ്കിൽ ദീനിനെ നശിപ്പിക്കലാണത്. അതിനെതിരെ പ്രതികരിക്കണം. സമൂഹത്തെ ബാധിക്കുന്ന തിന്മകൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് തടുക്കണം. അല്ലാഹു തആല നന്മ കൊണ്ട് കൽപ്പിക്കുന്ന, തിന്മ വിലക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.